കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അറിയാതിരുന്ന ഒന്നാണ് വൈദ്യുതി പ്രതിസന്ധി, കരണ്ട് കട്ട്. ഫുട്ബോൾ മേള നടക്കുന്ന സന്ദർഭത്തിൽ പോലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധിയാണ് ഉണ്ടായത്. വൈദ്യുതി വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ജൂൺ ജൂലൈ മാസത്തിലേക്ക് ആവശ്യമായ ക്രമീകരണം നടത്തേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും കഴിഞ്ഞ 10 വർഷവും ശരിയായ രീതിയിലുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നത്. എന്നാൽ ഈ ക്രമീകരണം നടത്തേണ്ടുന്ന സമയത്ത് തമ്മിലടിയും കോലാഹലവും അതുപോലെ തന്നെ കോലം കത്തിക്കലും ഒക്കെയായിട്ട് നടക്കുകയായിരുന്നു ഇവർ. ഇത്തവണ മഴ കുറയുമെന്ന് മെയ് മാസത്തിൽ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ക്രമീകരണം നടത്തേണ്ടുന്ന UDF സർക്കാർ ആദ്യ നാളുകളിൽ തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കാണാനാവുക. വൈദ്യുതി മന്ത്രി ബന്ധു നിയമനം നടത്തി വിവാദം ഉണ്ടാക്കി കുറേ ദിവസം അങ്ങനെ പോയി. ഇക്കാര്യത്തിൽ കൃത്യമായ പ്ലാനിങ് LDF സർക്കാർ ഇടപെട്ട രീതിയിൽ വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ച 10 കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ്, കരണ്ട് കട്ടിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രതീക്ഷയും നൽകാൻ മന്ത്രിക്ക് സാധിക്കുന്നില്ല. മന്ത്രി സമ്മേളനം നടത്തി, പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എന്നാണ്. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കരണ്ട് കട്ട് ഒഴിവാവില്ല എന്നെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് കൃത്യമായി ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുള്ള മന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ലോക്കലുകളിലും വരുന്ന 26-ാം തീയതി ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും അവിടെ പ്രതിഷേധം അറിയിക്കത്തക്ക രീതിയിൽ 26-ാം തീയതി 7 മണിക്ക് പ്രതീകാത്മകമായിട്ടുള്ളൊരു സമരം എന്ന രീതിയിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും മെഴുകുതിരി തെളിയിക്കുക, എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ടുള്ള മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക. ഇത് കേരളത്തിലുടനീളം നടത്തേണ്ടുന്ന ഒരു മെഴുകുതിരി ഉപയോഗപ്പെടുത്തി പ്രതീകാത്മകമായി ഈ കരണ്ട് കട്ടിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സമീപനം തുറന്നു കാണിക്കത്തക്ക രീതിയിൽ വീടുകളിലും അതുപോലെ തന്നെ ഈ ഓരോ മേഖലയിലും ആ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്.